ബാബറി മസ്ജിദ് തകർത്തിട്ട് 33 വർഷം തികയാൻ പോവുകയാണ്. ഈ ഡിസംബർ 6 അതിൻ്റെ വാർഷിക ദിനമാണ്. അന്ന് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ ഈ ബാബറി മസ്ജിദിന് വേണ്ടി തറക്കല്ലിടും പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MLA ആണ്. ശരിക്കും ഈ ഡിസംബർ 6 ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ നടത്തും, സ്ഫോടനം നടത്തും എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പ്രചരിച്ചതാണ്. സാർ എങ്ങനെ ഇതിനെ വിലയിരുത്തുക? ഇതിപ്പോ തൃണമൂലിൻ്റെ, അതായത് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അടുത്ത കൊല്ലം. കേരളത്തിലും തിരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തൃണമൂലിൻ്റെ MLA ഹുമയൂൺ കബീറാണ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 6 അവിടെ ബാബറി മസ്ജിദിന് കല്ലിടുന്നത്. ഇത് ഇയാൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡിസംബർ 6 അടുത്തു വന്നപ്പോൾ ഇത് കല്ലിടുന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കുകയാണ് അവിടെ. ഇതിനു മുമ്പ് അവിടെ ഈ പുരി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജി കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുത്വ സ്വന്തം നിലയ്ക്കും കൈകാര്യം ചെയ്യാമെന്ന് കണ്ടിട്ടാണ് ഒരു അമ്പലം പണിതത് അവിടെ കഴിഞ്ഞ കൊല്ലം. ഇപ്പം ഇയാൾ പറയുകയാണ് ബാബറി മസ്ജിദ് തന്നെ അവിടെ പണിയും എന്നാണ്. ഇത് മുർഷിദാബാദ് ഒരു മുസ്ലിം സ്വാധീന മേഖലയാണ്. അവിടെ ബെൽദംഗ എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ ബാബറി മസ്ജിദ് പണിയാൻ പോകുന്നത്. ഡിസംബർ 6 കല്ലിടും. 3 വർഷത്തിൽ ഇതിൻ്റെ പണി തീരും. അപ്പോൾ 2024 ഡിസംബർ 12 കഴിഞ്ഞ കൊല്ലം ഡിസംബർ 14 ഇയാൾ ഈ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. അത് അന്ന് അധികം പേരും ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഡിസംബർ 6 കല്ലിടാൻ പോവുകയാണ്. 2 ലക്ഷം പേര് പങ്കെടുക്കും എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം നേതാക്കളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. 400 വിശിഷ്ട വ്യക്തികൾ വേദിയിലുണ്ടാവും എന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ബംഗാളിനെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയം ഒന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാം എന്നും മമതാ ബാനർജി കരുതുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. മമതയുടെ പൊളിറ്റിക്സ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കൃത്യമായിട്ടൊരു ഡിവിഷൻ പൊളിറ്റിക്സാണ്, ഡിവിസീവായിട്ടുള്ളൊരു പൊളിറ്റിക്സാണ്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ജനതയെ കൃത്യമായി വിഭജിച്ച് നിർത്തിയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാമോ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ആ വിഭജനത്തിൻ്റെ ഫലം പറ്റുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ സോഫാർ അവരത് വിജയിച്ചിട്ടുണ്ട്. വിജയിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയും വിജയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് ഈ തീ കൊണ്ട് തലചൊറിയുക എന്ന് പറയില്ലേ, അതിഭീകരമല്ലേ അത്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സ്വതന്ത്ര ഇന്ത്യയുടെ അതിന് മുമ്പുള്ള കണക്ക് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള പള്ളിയാണ് 1525 എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഏറ്റവും ചുരുങ്ങിയത് 75 കൊല്ലത്തെ 3/4 നൂറ്റാണ്ട് കാലത്തെ ഇന്ത്യയുടെ ആയുസ് കളഞ്ഞ ഒരു പള്ളിയാണത് ബാബറി മസ്ജിദ്. അങ്ങനെ അതിൻ്റെ നഷ്ടം കണക്കൂട്ടേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാമായിരുന്നു, എന്തൊക്കെ ആലോചനകൾ രാജ്യ പുരോഗതിക്ക് വേണ്ടി നടത്താമായിരുന്നു. അതിന് പകരം നമ്മൾ ആലോചിച്ചത് ഒരു ദേവാലയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, കോടതി, ലിറ്റിഗേഷൻ, അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിശദീകരണം. അത് നമസ്സൊന്നും നടക്കാതിരുന്ന ഒരു പള്ളി അത് ഇപ്പോൾ അബാൻഡൻ ചെയ്ത ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണല്ലോ ആ പള്ളി ആ അർത്ഥത്തിൽ പിന്നീട് കൈവിട്ടു പോകുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള ഒരവസ്ഥ ഏതായാലും ഇപ്പോൾ മഹാഭാഗ്യത്തിന് സമാധാനപൂർവം ഇപ്പോൾ ശ്രീരാമക്ഷേത്രം വന്നിരിക്കുന്നു. അവിടെ അപ്പുറത്ത് ബന്ദിപ്പൂരിൽ പള്ളി നിർമ്മാണത്തിൻ്റെ പണികൾ നടക്കുന്നു. രണ്ടിനും കോടതിയുടെ മേൽനോട്ടമുണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടമുണ്ട്. ഈ അയോധ്യയാണെങ്കിൽ ഒരു വലിയ ടെമ്പിൾ സിറ്റി ആയി മാറിയിരിക്കുന്നു. ലോകമെങ്ങുള്ള ടൂറിസ്റ്റുകളുടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനമുണ്ടെന്ന് മാത്രമല്ല സാർ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അയൽക്കാരൻ അയോധ്യയിൽ പോയി വന്നു. ഫൈസാബാദിലെ മുസ്ലിങ്ങൾ ഭയങ്കര സംതൃപ്തരാത്രേ. അവർ പറഞ്ഞു നല്ല കച്ചവടമുണ്ട് അവിടുത്തെ. ഈ പറഞ്ഞ എല്ലാ മുറുക്കാൻകട തൊട്ട് ടൂറിസ്റ്റ് ഹോമുകൾ വരെ മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട്. ആർക്കും യാതൊരു വിരോധമില്ല, വിലക്കുമില്ല, മാത്രമല്ല സമാധാനക്കേടുമില്ല. പക്ഷേ അതിനകത്തൊരു സംശയം, ഈ മുറിവ് ഉണക്കരുതെന്ന് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരായിരിക്കില്ലേ 2800 കിലോഗ്രാം സ്ഫോടക വസ്തുവുമായിട്ട് ഇവിടെ വിവിധ സ്ഫോടനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ഡിസംബർ 6 ഞങ്ങൾ ചില സ്ഫോടനങ്ങൾ പല സിറ്റിയിലായി നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു, ഇതാണ് പറയുന്നത്. അപ്പം ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വിഘടനവാദമാണോ അതോ പുറത്തു നിന്നുള്ള പ്രശ്നമാണോ ഈ ബാബറി മസ്ജിദ് പ്രശ്നം ഇങ്ങനെ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളതിലേറെ ഇന്ത്യക്കകത്ത് തന്നെയല്ലേ. ഈ ഭീകരവാദികളുടെയൊക്കെ സ്ലീപ്പിംഗ് സെൽ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ നമുക്ക്. സ്ലീപ്പിംഗ് സെല്ല് വളരെ കൃത്യമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസംബർ 6 ഇവർക്കൊരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. കൈവിട്ടുപോയ ഒരു ജിഹാദിന് വേണ്ടി രാത്രിയും ഉറങ്ങാതിരിക്കുന്നവരെയാണ് ഈ സ്ലീപ്പിംഗ് സെൽ എന്ന് പറയുന്നത്. ശരിക്കും അതായിരിക്കണം. എനിക്ക് തോന്നുന്നു ഉറക്കമിളക്കുക.
ഉറക്കവിളക്ക എവിടെയാണ് ഒന്ന് പരസ്പരം മനുഷ്യനെ തല്ലിക്കാനും കൊല്ലിക്കാനും ഡിവൈഡ് ചെയ്യാനും അവസരമുള്ളത്? അതിന് കാത്തിരിക്കുന്ന ഒരു കൂട്ടര് ഇപ്പോഴും ഉണ്ടല്ലോ. ഓർമ്മയില്ലേ, ഡിസംബർ 6 കരിദിനം, ഡിസംബർ 6 ഹർത്താല്. ഈ എന്നോ ഒഴുകിപ്പോയ വെള്ളത്തെക്കുറിച്ചാണ് ഞാൻ പറയുക. സരയൂ നദിയിലൂടെ ഒഴുകിപ്പോയ, എന്നോ ഒഴുകി വരണ്ട ഉണങ്ങിപ്പോയ വെള്ളത്തെക്കുറിച്ചാണ് ഇവരിപ്പോഴും ആ നദിയിൽ വീണ്ടും ചോരച്ചാലുകൾ ഒഴുക്കാൻ പാടുപെടുന്നത്. ഇത് അകത്തുള്ള ശക്തികളാണ്. എനിക്ക് തോന്നുന്നു ഈ അകത്തുള്ള ശക്തികളെ നിലക്ക് നിർത്താത്ത കാലത്തോളം നമുക്ക് ഈ പുറമേയുള്ള ശത്രുക്കളോട് നേരിടാൻ പോകാൻ കഴിയില്ല. നമ്മളെ ദുർബലമാക്കുന്ന അവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിരുന്ന ടെററിസ്റ്റുകളുടെ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞപ്പോൾ ഈ കൂട് നഷ്ടപ്പെട്ട കടന്നലുകളുണ്ടല്ലോ, അവരിങ്ങനെ ചീറിപ്പാഞ്ഞ് നടക്കുകയാണ്. അവർ മുർഷിദാബാദിൽ ഉറപ്പായിട്ടും വരും. ബംഗ്ലാദേശിൻ്റെ അതിർത്തിയാണ്, മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്, എന്നും സെൻസിറ്റീവാണ്. പള്ളി ഉണ്ടാക്കിയാലും സെൻസിറ്റീവാണ്, അമ്പലം ഉണ്ടാക്കിയാലും സെൻസിറ്റീവാണ്. ഈ സെൻസിറ്റിവിറ്റിയെ മുതലെടുത്തുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയമായി അതിജീവിച്ചു പോകാമെന്നാണ് മമതാ ബാനർജി. നിർഭാഗ്യവശാൽ മമതാ ബാനർജി ആയതുകൊണ്ട് ഞാനത് ബലമായി സംശയിക്കുന്നു. ഇത് അവർ വളരെ വളരെ പൊളിറ്റിക്കലി കുതന്ത്രം കൊണ്ട് മാനേജ് ചെയ്ത് പോവുകയും പൊളിറ്റിക്കലി ഗെയിൻ ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം കൂടി തീർച്ചയാണ്, ഇത് സാധാരണ ഡിസംബർ 6 അല്ല, ബംഗാൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഡിസംബർ 6 അപ്പം മമതാ ബാനർജി ഒരു മൗനാനുവാദം കൊടുത്തിട്ടായിരിക്കില്ല ഈ MLA ഇത്തരം ഒരു പ്രകോപനപരമായ നിലപാടെടുക്കുന്നത്? അതായത് തൃണമൂലിന് അവിടെ ഈ മുസ്ലിം സെല്ല് തന്നെ ഉണ്ട് അവിടെ. അങ്ങനത്തെ ആളാണ് ആ ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞ് സന്ദേശ് ഗാലിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഞാൻ പലപ്പോഴും കാണുന്നത് ഈ മമതാ ബാനർജിയുടെ മൗനാനുവാദം എന്നാണല്ലോ ചോദിച്ചത്. പല കാര്യങ്ങളിലും ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ സത്യത്തിൽ മമതാ ബാനർജി ഇയാളെ പോലെ ഹുമയൂൺ കബീറിനെയും ഈ ഷാജഹാൻ ഷെയ്ഖിനെയൊക്കെ പോലുള്ള ആളുകളുടെ ബന്ധിയാണ് മമതാ ബാനർജി എന്നാണ് എനിക്ക് സന്ദേശ് ഗാലി സംഭവങ്ങളൊക്കെ അപഗ്രഹിച്ചപ്പോൾ തോന്നിയിരിക്കുന്നത്. അത്തരം മേഖലകളിൽ മമതാ ബാനർജിക്കല്ല സ്വാധീനം. ഈ പറയുന്ന പോലെ വിദേശ ശക്തികളൊക്കെ ഉണ്ടല്ലോ, ബംഗ്ലാദേശ് അതിർത്തി ആയതുകൊണ്ട്. ബംഗ്ലാദേശിൽ നിന്നൊക്കെ മുമ്പ് ധാരാളം ആളുകൾ ഈ മാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചികിത്സയ്ക്ക് വരുന്നത് പോലെ ചികിത്സയ്ക്ക് വന്നിരുന്ന സ്ഥലമാണ് ഈ കൽക്കട്ട, ബംഗാൾ എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഇത്തരം ആളുകളുടെ ബന്ധിയാണ് മമത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാബറി മസ്ജിദ് പ്രശ്നം സുപ്രീം കോടതി വിധിയോടുകൂടി സെറ്റിൽ ചെയ്തതാണ്. നമുക്കറിയാവുന്ന പോലെ ചന്ദ്രചൂഡ് എഴുതിയിട്ടുള്ള മനോഹരമായ വിധിയാണ്. ബെഞ്ചിൽ പല ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ചന്ദ്രചൂഡിനെയാണ് എഴുതാൻ ഏൽപ്പിച്ചത്. എനിക്ക് വഴി കാണിച്ചത് ശ്രീരാമനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നല്ല വിധി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സെറ്റിൽഡാണ്. 2, നമ്മൾ അയോധ്യ നോക്കുക. മാഷ് പറഞ്ഞ പോലെ അയോധ്യയിൽ ആ കച്ചവടം ചെയ്യുന്ന ഫൈസാബാദ് ജില്ലയാണ് അയോധ്യ ഇരിക്കുന്ന സ്ഥലം. എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. കുറച്ച് അപ്പുറേ മാറി 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് മറ്റേ മോസ്ക് പണിയാണ്. പക്ഷെ ആ മോസ്കിന് സംഭാവന ചെയ്യാൻ ഇപ്പൊ മുസ്ലിങ്ങളെ കിട്ടുന്നില്ല. സംഭാവന കൊടുത്തിട്ടുള്ള വിരലിൽ എണ്ണാവുന്ന ആളുകൾ ഹിന്ദുക്കൾ മാത്രമാണ്. കാരണം അവർക്ക് മോസ്കിന്റെ ആവശ്യമില്ല. ഈ പള്ളി വന്നപ്പോ, അല്ല ഈ ക്ഷേത്രം വന്നു കഴിഞ്ഞപ്പോ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും പ്രവേശനം ഉണ്ടല്ലോ, ഒരു വിവേചനവും ഇല്ല. അവിടെ ഇഷ്ടം പോലെ കച്ചവടം നടക്കുന്നു. കാരണം താജ്മഹൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അയോധ്യയിലേക്ക് പോകുന്നു. ഈ ബംഗാളിലെ മുർഷിദാബാദിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി മമതാ ബാനർജിയും കൂട്ടരും പോകുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ കൺസൾട്ട് ചെയ്താൽ നന്നായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ പേര് ഇക്ബാൽ അൻസാരി എന്നാണ്. അദ്ദേഹമാണ് ബാബരി മസ്ജിദിന് വേണ്ടി സാക്ഷാൽ അയോധ്യയിൽ ഫൈസാബാദിൽ ബാബരി മസ്ജിദിന് വേണ്ടി കോടതി വിധി വരുന്നതിൻ്റെ അന്ന് വരെ കേസ് നടത്തിയത്. ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി കേസ് നടത്തിയ മുസ്ലിം പക്ഷത്തിൻ്റെ നേതാവാണ് ഇക്ബാൽ അൻസാരി. അദ്ദേഹത്തെ അവിടെ ആദരിച്ചിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹമാണ് ഇന്ത്യൻ മുസൽമാൻ. അദ്ദേഹം പറഞ്ഞ, ഞാൻ അദ്ദേഹത്തിന് അന്ന് ഞാൻ FP പോസ്റ്റിലിട്ടിരുന്നു ആദ്യത്തെ ആ പ്രസ്താവന വന്ന ദിവസം. ഹിന്ദുവിൽ ദീർഘമായ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവരുടെ. അദ്ദേഹത്തിൻ്റെ ഞാൻ എങ്ങനെയാണ് ഇക്ബാൽ അൻസാരി സാബ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ രാജ്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. നീതി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയും എതിരാളികളുടെ ഭാഷയുമല്ല, നീതിപീഠത്തിൻ്റെ ഭാഷയാണ്. നീതിക്ക് വേണ്ടി ഞാൻ അന്ന് വിധി വരുന്നത് വരെയും നീതിക്ക് വേണ്ടിയാണ് വാദിച്ചത്. എന്ന് വെച്ചാൽ ബാബരി മസ്ജിദ് പള്ളിയാണ്, തകർക്കപ്പെട്ട സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കണം. എൻ്റെ നീതിപീഠം എന്നോട് പറഞ്ഞു, അല്ല, പള്ളി എവിടെയും നിർമ്മിക്കാം. ശ്രീരാമ ജന്മഭൂമിയാണ് എന്ന് വിശ്വസിക്കുന്നവരോട് തെളിവ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല.
ശ്രീരാമ ജന്മഭൂമി ആണെങ്കിൽ അത് ഇവിടെയേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷേത്രം അവിടെ തന്നെ വേണം. പള്ളി അല്പം നീക്കിയാലും കുഴപ്പമില്ല. എൻ്റെ നീതിപീഠം എന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ എന്താണോ എൻ്റെ നീതിപീഠത്തിൻ്റെ, പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി, അതാണ് എൻ്റെ ഹക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ മനുഷ്യനോടെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പോയാൽ ഇനി ഫൈസാബാദ് കത്തിക്കൽ ഏതാണ്ട് അവസാനിപ്പിച്ചു. എന്താ വെച്ചാൽ ഇതിൽ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം മമതയ്ക്കോ ഈ ഹുമയൂൺ കബീറിനോ ഇല്ല. എന്താന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ളത് ദുഷ്ടലാക്ക. അവർക്കൊരു മോസ്ക് പണിയാൻ, മോസ്കിന് എന്ത് വേണമെങ്കിലും പേരിടാം. വേണമെങ്കിൽ ഹുമയൂൺ കബീർ അയാളുടെ പേരിലോ അയാളുടെ ബാപ്പയുടെ പേരിലോ മോസ്ക് പണിതോട്ടെ. അല്ല, ബാബറി മസ്ജിദ് എന്ന് അതിന് പേരിടുമ്പോ അല്ല, ഹുമയൂണിന്റെ പേര് തന്നെ ഇടാം. അതെ, കാരണം ബാബറിന്റെ പേരക്കുട്ടിയാണല്ലോ, ആ അർത്ഥത്തിലൂടാലോ. അതെ. അപ്പൊ ബാബറി മസ്ജിദ് എന്ന് തന്നെ പേരിടണം എന്നുണ്ടെങ്കിൽ ആരോടും കൂടിയാലോചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് കലാപങ്ങൾ വേണം, കലാപത്തിൽ മീൻ പിടിക്കണം, എന്നിട്ട് വോട്ട് വേണം. ഈ ചോരക്കൊതിയന്മാരിൽ നിന്ന് എന്നാണ് ഈ നാട് രക്ഷപ്പെടുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളൊക്കെ. ഈ അകത്തെ ശത്രുക്കളെ, കൃത്യമായി പറഞ്ഞാൽ ആഭ്യന്തര ശത്രുക്കളെ നിലക്ക് നിർത്താത്ത കാലത്തോളം രാജ്യത്തിന് സമാധാനം ഉണ്ടാവില്ല. അത് മുർഷിദാബാദിൽ നിന്നായാലും അയോധ്യയിൽ നിന്ന് എവിടെ നിന്നായാലും. അത് വളരെ ഏറ്റവും ഒടുവിലത്തെ സൂചന. ഇങ്ങനെ അടിച്ചു നിന്ന ഇന്ത്യയിലേക്കാണ് ഗോറിയും ഗസ്നിയും ഒക്കെ കടന്നു വന്നത്. വെറുതെ വന്നതല്ല സർ, ഒന്നും വേണ്ട. ഹൈദരാലി എങ്ങനെയാണ് കേരളത്തിൽ വന്നത്? വിളിച്ചു വരുത്താൻ ആളുണ്ടായതുകൊണ്ടാണ്, തമ്മിലടിച്ചിട്ടാണ്. എല്ലായ്പ്പോഴും അതാണല്ലോ സംഭവിക്കുന്നത്. എന്തായാലും ഈ ഡിസംബർ 6 ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടാണ് ഈ MLA ശ്രമിക്കുന്നത്. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.